സമയം 2:15. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ എറണാകുളം പോവാണ് ഫോർ ആപ്പിൾ മാക്ബുക്ക് പ്രോ. ഇപ്പം നിലവിൽ 98%-ലാണ് നമ്മൾ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ ലേറ്റ് നൈറ്റ് വന്നുകൊണ്ട് ചാർജ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അപ്പം നമുക്ക് എവിടം വരെ പോകുമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കോട്ടയം എത്തി. സമയം 5:07. ഇനിയിപ്പോൾ അനിയനെ കോട്ടയത്ത് നിന്ന് പിക്ക് ചെയ്യണം, എന്നിട്ട് നേരെ എറണാകുളം. അപ്പോൾ ഇവിടെ നിന്ന് ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ചാർജും ആവും, ഒന്ന് റെസ്റ്റും ആവും. അപ്പോൾ വണ്ടി 100%. ഇനി നേരെ ഇപ്പോൾ അനിയനെ പിക്ക് ചെയ്യുക. കോട്ടയത്ത് തന്നെയാണ്. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ. യെസ്, അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് ഇവിടെ എറണാകുളത്ത് ഫൈൻഡ് ആപ്പിൾ ഓൺലൈൻ എന്ന് പറയുന്ന സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടാം. നമ്മളൊരു 5 years ആയിട്ടുള്ളൊരു ബന്ധമാണ്. ഞാൻ ആപ്പിൾ വാച്ച് കാര്യങ്ങൾ, മെയിനായിട്ട് ആപ്പിൾ ഡിവൈസസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ FAO എന്നാണ് പറയുക, ഫൈൻഡ് ആപ്പിൾ ഓൺലൈനിൻ്റെ ഷോർട്ട് ഫോം FAO. നമ്മൾ 2019 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ സ്റ്റോർ കൊച്ചിയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാലിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ട്രിവാൻഡ്രം ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രീ ഓൺഡ് ആപ്പിൾ ഗാഡ്ജറ്റ്സ് ആണ്. കംപ്ലീറ്റ്ലി ആപ്പിൾ പ്രോഡക്റ്റ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത് സെയിൽസ്, ബൈയിങ് ആൻഡ് സർവീസ്, എക്സ്ചേഞ്ച്, റെൻ്റൽ, അപ്ഗ്രേഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുള്ളത്. പേരെന്തായിരുന്നു? എൻ്റെ ഒരു ആബി. ഞാൻ റീൽസ് കാണാറുണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന മാക്സ് കുറച്ച് പരിചയപ്പെട്ടു. നമുക്ക് പല ബഡ്ജറ്റിലുണ്ട്. ഇപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം കുറച്ച് നമുക്ക് എഡിറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആണ്. നമുക്ക് അത്യാവശ്യം എഡിറ്റിങ്, VFX വർക്ക്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. ബേസ് വാരിയൻസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാക്ബുക്ക് എയർ 2017 മോഡലാണ്. നമുക്ക് അത്യാവശ്യം വല്ല ഓഫീസ് പർപ്പസ്, ബ്രൗസിങ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ നമുക്ക് വളരെ ലോ കോസ്റ്റിൽ മേടിക്കാൻ പറ്റും. ലോ കോസ്റ്റിൽ മേടിക്കാം എല്ലാവർക്കും. നമുക്ക് ഒരു മാക് എടുക്കണം, വലിയ ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് എത്ര രൂപ? നമ്മൾ വിൻഡോസിന്റെ ഒരു ലാപ്ടോപ്പ് ഒക്കെ എടുക്കുമ്പോൾ ഒരു i3 ഒക്കെ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഇതിലോട്ട് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കൊക്കെ ഒരു 20-25,000 നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടും, നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട്. ഒരു കോൺഫറൻസിങ്, അതേപോലെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ, പ്രസന്റേഷൻ, അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. എന്തായാലും ഒരു 20-25,000 ഒക്കെ നമ്മളൊരു വിൻഡോസ് ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈസക്ക് നമുക്കൊരു മാക് ഓപ്റ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതിന്റെ പർപ്പസ്, ഓരോ ലാപ്ടോപ്പിനും പർപ്പസ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇപ്പോൾ ലൈക്ക് ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ പർപ്പസ് ഹൈ എൻഡ് വർക്ക്സ് അല്ല, നോർമൽ യൂസ്, അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഡിവൈസ് ആണ്. അതിന്റെ മേലേക്ക് M1 Air ഉണ്ട്, പിന്നെ M1 Pro, M1 Max, M2, M2 Pro, M3 ആ സീരീസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ഇരിക്കുന്നതെല്ലാം M1 Pro സീരീസ് ആണ്. ഒരു വീഡിയോ എഡിറ്റേഴ്സ്, ബിഗിനേഴ്സ്, അവർക്ക് അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഓപ്റ്റ് ചെയ്യാം. ഇപ്പം പ്രോ എടുക്കുവാണ്, ഇപ്പം എന്നെ പോലെ ഒരാൾ പ്രോ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് എത്ര രൂപ തൊട്ടൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 കോർ CPU, 14 കോർ GPU വരുന്നതാണ്. അത്യാവശ്യം വീഡിയോ എഡിറ്റേഴ്സിന് വേണ്ട സ്പെക്ക് ഈ ഒരു ഡിവൈസിനകത്തുണ്ട്. അത്യാവശ്യം പുഷിങ് നടക്കും. അപ്പം ഇതൊക്കെ നമുക്കൊരു 75 to 80, ആ ഒരു 85,000 ആ ഒരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. അത് 16 ഇഞ്ച് മാക്സ് ആണ്. ഇത് M1 Max ഡിവൈസ് വരുന്നതാണ്. ഹൈ എൻഡ് ഫിലിം എഡിറ്റിംഗ് വരെ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 64 GB റാം, നമുക്കൊരു 512 സ്റ്റോറേജ് ഉണ്ട്. M1 Max ചിപ്സെറ്റിൽ ഓൾമോസ്റ്റ് ഒരു 370 അടുത്ത MRP വരുന്ന ഡിവൈസാണ്. ഇതൊക്കെ നമുക്ക് അതിന്റെ ഹാഫ് പ്രൈസിനെക്കാട്ടിയും കുറച്ച് കൊടുക്കാം. കാരണം ഇപ്പൊ M4 എടുത്താൽ ഇതുമായിട്ട്
ചിപ്സെറ്റ് പുതിയതാണെങ്കിലും ഓവറോൾ പെർഫോമൻസിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു റെൻഡറിംഗ് ടൈമിൽ ഒരു 3-4 സെക്കൻഡ്സിന്റെ അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഈ മറ്റേ M4-നകത്തൊക്കെ നമുക്കൊരു 10 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മേ ബി ഇതൊരു 15 സെക്കൻഡ് എടുക്കുന്നുണ്ടാവും. അത്ര ഡിഫറൻസ് റേറ്റ് വരുമ്പോൾ പകുതി റേറ്റേ വരുള്ളൂ. ഐപാഡ്സ് ഉണ്ട്, മാക് മിനീസ് ഉണ്ട്. ഇതൊക്കെ M സീരീസ് ആണല്ലേ? അത് M സീരീസ് അല്ല, A14 ബയോണിക് ചിപ്പാണ്. M സീരീസ് അവർക്ക് നമുക്കൊരു M4 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് ബ്രാൻഡ് ന്യൂ M4 വരുന്നതാ. 2 TB സ്റ്റോറേജ് വരുന്നുണ്ട് വിത്ത് 1 ഇയർ. ഇതും ഭയങ്കര ഡിസ്കൗണ്ടിൽ കൊടുക്കുക. നമുക്ക് ഒരു സ്റ്റോറിലും കിട്ടാത്ത റേറ്റിൽ കൊടുക്കാം. ഇത് 2,10,000 MRP ഉണ്ട്. M4 Pro 2 TB വൈഫൈ. ആപ്പിൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ 2 TB ഒന്നും കിട്ടില്ല. 2 TB വൈഫൈ വിത്ത് 2,10,000 MRP. ഇത് നമുക്കൊരു 130 കൊടുക്കാം. ഇതിലാണ് നാനോ ടെക്സ്ചേർഡ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഏറ്റവും തിന്നസ്റ്റ് ഐപാഡ് എന്ന് ആപ്പിൾ പറയുന്ന ഡിവൈസ്. മാക് മിനി, ഐ വാച്ചസ്, പിന്നെ ഇപ്പോൾ കീബോർഡ് ആൻഡ് മൗസ്, ഇതൊക്കെ ഒരു കോംബോ വരുന്നതാണ്. അപ്പോൾ ഇത് കീബോർഡ് സെപ്പറേറ്റ് നമ്മൾ മേടിക്കുമ്പോൾ ഓൾമോസ്റ്റ് 9,500 സ്പെൻഡ് ചെയ്യണം കീബോർഡ് സെപ്പറേറ്റ് മേടിക്കുമ്പോൾ. ഇത് മൗസിന് 7,500 സ്പെൻഡ് ചെയ്യണം. ഇത് രണ്ട് കോംബോയും കൂടിയിട്ട് നമുക്കൊരു 10,000 കൊടുക്കാം. ഒരു കീബോർഡ് മേടിക്കേണ്ട പ്രൈസിന് കീബോർഡും മൗസും കൊടുക്കണം. പിന്നെ അഡാപ്റ്റേഴ്സ് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ലാപ്ടോപ്പ് എടുത്തിട്ട് അഡാപ്റ്റേഴ്സ് ഫെയിലിയർ ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പുതിയത് സ്റ്റോറിൽ പോയി മേടിക്കുന്നതിനെക്കാട്ടിയും പ്രൈസിൽ നമുക്ക് സെക്കൻഡ്സ് കൊടുക്കാം. ഒറിജിനൽ അഡാപ്റ്റേഴ്സ് കിട്ടും. ആമസോണിൽ നിന്നും മേടിക്കുന്ന ഐമാക്ക് M സീരീസ് ഉണ്ട്. അതൊക്കെ ഇന്റൽ സീരീസ് ആണ്. M സീരീസ് ഒക്കെ നമുക്കൊരു 60,000 ബഡ്ജറ്റിലൊക്കെ ഒരു 24 ഇഞ്ചൊക്കെ കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വന്നത് നമ്മുടെ ഈ ഒരു സാധനം എടുക്കാനാണ് നമ്മളിപ്പോൾ വന്നത്. അതായത് M1 മാക്സ് വന്നിട്ട് 64 GB റാം, 512 ഇന്റേണൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനാണ് ഞാൻ വന്നത്. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പം കുറച്ച് മൈൻഡ് മാറിയിട്ട് ഞാൻ ഇപ്പം വിചാരിക്കുന്നു കുറച്ചുകൂടി ലേറ്റസ്റ്റ് ഒരു M3 എടുക്കാന്ന്. കാരണം ഞാൻ പറയില്ലേ, എൻ്റെ ഗെയിമിംഗ് ലാപ്പ് ഓൾറെഡി വെയിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതിൻ്റെ അത്ര ഇല്ല, എന്നാൽ പോലും വെയിറ്റ് ഉണ്ട്. പിന്നെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഞാൻ എക്സ്റ്റേണൽ മോണിറ്റർ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ വെറുതെ ടാബ് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 16 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ M1 നേരെ M3 പ്രോയിലോട്ട് ചാടിയിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടി കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടി ഒരു ഡാർക്ക് ഗ്രേ കാര്യങ്ങളാണ്. പിന്നെ ഒരു 14 ഇഞ്ചാണ്. ഈ പറഞ്ഞ പോലെ സെക്കൻഡറി മോണിറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് 14 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും പോർട്ടബിൾ ആണ്. അതെ, കൊണ്ടു നടക്കാൻ അത്യാവശ്യം വെയിറ്റും അത്യാവശ്യം നല്ല വ്യത്യാസമാണ് വെയിറ്റിൻ്റെ കേസിലും. പിന്നെ ഇത് M1 M3 ആകുമ്പോഴത്തേക്ക് ആ ഒരു 3 വർഷം കൂടുതൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങൾ എല്ലാം അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ നമ്മൾ ഒടുവിൽ M1 ആണ് എടുക്കാൻ വന്നെങ്കിലും ലാസ്റ്റ് M3 കൊണ്ടാണ് പോകുന്നത് ട്രിവാൻഡ്രത്തേക്ക്. അപ്പോൾ അങ്ങനെ എടുത്തു.